പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകളൊപ്പമായി കുത്തനിടിയും വെട്ടി മഴയുടെ ശക്തിയുടെ പരുത്തേ എന്നമ്മോ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകളൊപ്പമായി പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി വെള്ളത്തിലോടണല്ല ആകാശവീഥി തോറും കറങ്ങിത ആനന്ദ ചെമ്പരുന്ന് പറക്കണ് വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരലു കൊത്താൻ ആകാശവീഥി തോറും കറങ്ങിത ആനന്ദ ചെമ്പരുന്ന് പറക്കണ് വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരലു കൊത്താൻ പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി വെള്ളത്തിലോടണല്ല വെള്ളപ്പരപ്പിൽ കണ്ട് പരല് തുള്ളി കളിച്ചൊരുങ്ങി നിരന്ന് വിഷും വലയിലെല്ലാം നിറഞ്ഞ് തൂവെള്ളിപ്പൂ പരല് വെള്ളപ്പരപ്പിൽ കണ്ട് പരല് തുള്ളി കളിച്ചൊരുങ്ങി നിരന്ന് വിഷും വലയിലെല്ലാം നിറഞ്ഞ് തൂവെള്ളിപ്പൂ പരല് പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി വെള്ളത്തിലോടണല്ല പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി വെള്ളത്തിലോടണല്ല പൂവയലിലെല്ലാം പരലിന്റെ തുള്ളിക്കളി തുടങ്ങി അന്നേരം ചെമ്മാനം കണ്ണിറങ്ങി പോകുന്നിറച്ചി പുള്ളി ചെമ്പരുന്ന് അന്ന് വയലിലെല്ലാം പരലിന്റെ തുള്ളിക്കളി തുടങ്ങി അന്നേരം ചെമ്മാനം കണ്ടിറങ്ങി പോകുന്നിറച്ചി പുള്ളി ചെമ്പരുന്ന് പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി ചോറും പുറത്തേറി പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി ചോറും പുറത്തേറി താങ്ക് യു സർഗ എന്തോ പൂച്ചയായിട്ടുള്ള സർഗയൊക്കെ മാറി. അല്ല അത് അന്ന് അമ്മ തന്നെ വന്നിട്ട് പൊളിച്ചടുക്കിട്ട് പോയില്ലേ? അത് വേറെ ലെവൽ. അതിൽ നിന്ന് നിനക്ക് മോചനമില്ല മോളെ, ഒരിക്കലും ഇല്ല. ഇപ്പോഴും അമ്മയെ കാണുമ്പോഴൊക്കെ തൊഴാറുണ്ടോ മോളെ? പഴയ പോലെ കഴുകി കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യണം കേട്ടോ. ഫാമിലി റൗണ്ട് അറിഞ്ഞപ്പോ തൊട്ട് അവള് വല്ലാണ്ട് ചെയ്യുന്നുണ്ടാവും, കാരണം അമ്മ വരുമല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും പൊളിച്ചു, അടിപൊളിയായിരുന്നു. താങ്ക് യു. നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ഷാനിക്ക. സർഗ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഈ പറഞ്ഞ പോലെ സർഗ ഇങ്ങനത്തെ പാട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇല്ല, എടുത്തിട്ടില്ല. ആ, അപ്പൊ എന്തായാലും ആ ഒരു സർഗയുടെ ആ ഒരു വേർഷൻ കേൾക്കാൻ നമുക്ക് പറ്റി. തുടക്കത്തില് ഏകദേശം തീരുന്നിടം വരെയും എനർജി ഒക്കെ നന്നായിട്ട് കീപ്പ് ചെയ്ത് അവസാനം ആയപ്പോഴേക്കും കുറച്ചൊന്ന് ഗ്യാസ് ഔട്ട് ആയോ എന്നൊരു സംശയം. കുറച്ചൊരു ഇത് മോളെ, ഇത് എന്താന്നറിയാം, ഇത് നമ്മൾ ഇങ്ങനത്തെ പാട്ടിൽ ഇങ്ങനത്തെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ വിത്ത് മൂവ്മെന്റ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇപ്പം എനിക്കറിയുന്ന 2-3 സിംഗേഴ്സ് ഉണ്ട്. അവര് ഇപ്പം എന്തെങ്കിലും ഷോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ പാട്ടിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അവർ ട്രെഡ്മില്ലിൽ കയറിയിട്ടാണ് ചെയ്യാം. എന്ന് വെച്ച് ഭയങ്കര സ്പീഡിലല്ല, ഒരു 2, 3, 4 സ്പീഡിൽ നടന്നുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അത് ഭയങ്കരമായിട്ട് സ്റ്റേജിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് അവർ പാടാൻ വരുമ്പോൾ ട്രെഡ്മില്ലിനും കൊണ്ടുവരും സ്റ്റേജിൽ. ഞാൻ ആലോചിച്ചു എന്ത് പറയുന്നു. ശ്രീനി സർ, ഞാൻ ഇയാളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ ഞാൻ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയതാ, ഒരാൾ ട്രെഡ്മില്ലിൽ നിന്ന് പാടുന്നത്. അതിന്റെ ഒരു കണ്ടീഷൻ ആലോചിച്ചു. ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമുണ്ട്, ഞാൻ പിന്നെ പറയാം. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം.
ബാക്കി പിന്നെ കോറസും പരിപാടികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല നിങ്ങളുടെയും ആ മൂവ്മെന്റും ആ സിങ്ക് ഒക്കെ നല്ലായിരുന്നു. എവിടെയെങ്കിലും തപ്പിയോ നിങ്ങൾ? എല്ലാം പക്കയായിരുന്നല്ലോ അല്ലേ? ഓക്കെ, അവരിപ്പോ സമ്മതിക്കുമോ? അതെ, നോക്കിയിരുന്നു. ഓക്കെ, ഇത് നമ്മൾ സമ്മതിച്ചത് അന്നേനെന്നൊക്കെ. അതെ. അപ്പൊ പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഈ സമയത്ത് നമ്മൾ മണിച്ചേട്ടനെ അയ്യോ, എന്തായാലും നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ പാട്ട് എടുത്തോണ്ട് വന്നതിന് താങ്ക്സ് മോളെ. ഓർക്കസ്ട്ര അടിപൊളിയായിരുന്നു കേട്ടോ, പൊളിച്ചായിരിക്കും. അതിനിടയിൽ ഒരു ബേസ് ലൈൻ ഉണ്ട്. ഓ, എനിക്ക് അത് ഒന്നുകൂടി കേൾക്കണം. ആ ഒരു ഉണ്ണിച്ചേട്ടാ ഉണ്ണി അത് വേറെ ഏതോ പാട്ടിന്റെ വായിച്ചത് അതിനിടയ്ക്കായി പോയത്. പക്ഷെ ഭയങ്കര രസമുണ്ട് അത്. ഉണ്ണി അടറാ, നീ കലക്ക്. പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നിരത്ത് പരല് വെള്ളത്തിലോടനല്ല. പരലി പരലി പരല് പൂവാലി പരലി പരല് ഇന്നലെ നിരത്ത് പരല് വെള്ളത്തിലോടനല്ല. ഓക്കെ ഓക്കെ, അടിപൊളി. നേരത്തെ കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്തിട്ട് വേറെന്തോ അല്ലേ, വേറെന്തോ വായിച്ചത്. ആ അടിപൊളിയായിരുന്നു അത്. പിന്നെ ഓഫ് കോഴ്സ് മണിച്ചേട്ടന്റെ പാട്ട് എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേജിലും വേറെ ഏതെങ്കിലും പാട്ടുകളായിട്ട് ഇങ്ങനെ ഒന്ന് താണു പോകുന്നു തോന്നുമ്പോൾ പറഞ്ഞ വിനീത് എന്നോട് പറയാം, അളിയ അടുത്തത് മണിച്ചേട്ടൻ്റെ കലക്കാം. എന്നിട്ട് പിന്നെ ആളുകളെ കാണണം. അത് ഒന്ന് പാട്ടുകളുടെ പോപ്പുലാരിറ്റി എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹത്തോടുള്ള സ്നേഹം, അത് ഭയങ്കരമാണ് കേട്ടോ മണിച്ചേട്ടനോട്. മണിച്ചേട്ടനെ നമ്മൾ എല്ലാവരും ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കുന്നു. അത്രേ ഉള്ളൂ മോളെ. അവസാനമായപ്പോഴേക്കും കുറച്ചൊന്ന് ടയർഡായി, അത് നമ്മൾ കാണുകയും ചെയ്തു. പക്ഷെ ആ ഹോൾ ആക്ട് അഗൈൻ പറഞ്ഞ പോലെ ആ സംഭവം എല്ലാവരും കൂടെ വന്നിട്ട് ആ പരിപാടി അങ്ങ് ജോറാക്കി. അതെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ശരത് സാർ, മക്കളെ, എന്തോ ഒന്നാമത് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് കലാഭവൻ മണി. ഒരു അതുല്യ കലാകാരൻ, ഒന്നും പറയാനില്ല. അദ്ദേഹം പാടുന്നതും അത് എവിടെ കൊണ്ട് ഇറക്കി വിട്ടാലും ആ നാട്ടുകാരെ മുഴുവൻ എടുത്ത് പോക്കറ്റിലിടും പാടി. അങ്ങനൊരു അത് പാടുന്നത് തുറന്നടിച്ചങ്ങ് പാടുകയല്ലേ, അതിനകത്ത് കള്ളത്തിലൊന്നുമില്ലല്ലോ കലാഭവൻ മണിക്ക്. ഒരു എന്താ പറയണ്ട, ഒരു നല്ല മനുഷ്യൻ. അത് ഞങ്ങൾ കൂടുതലും കണ്ടിട്ടുള്ളത് നമ്മുടെ ഷോയിലും പിന്നെ എയർപോർട്ടിലുമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇരിക്കും, നമ്മുടെ പേര് വിളിക്കട്ടെ എന്നിട്ട് പോവാന്ന്. ഫ്ലൈറ്റ് അനൗൺസ് ചെയ്താലൊന്നും പോവാതെ അവിടെ ഒളിച്ചിരുന്നിട്ട് അത് കലാഭവൻ മണി ഇവിടെ ഒളിച്ചിരിപ്പുണ്ടെങ്കിലെന്ന് പറയണം, ശരത് എന്ന്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ചുമ്മാ ഒരു രസത്തിന്. അപ്പോൾ ഇപ്പം കണ്ടോ ചെറിയൊരു അതൊക്കെ ഫ്ലൈറ്റ് അങ്ങനെ ലേറ്റൊന്നും നോക്കത്തില്ല, അത് പോയാനത് ഫ്ലൈറ്റ് ഞങ്ങളെ പിടിച്ച് കൊണ്ടുപോയി. ഇല്ല, ഞാൻ പറയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അതുമല്ല പേടിയാണ്, ഇയാൾ നിൽക്കത്തില്ല കൂടെ. ആര്? ഇല്ല, എന്നെ പിടിച്ച് നിർത്തിയാണ്, അങ്ങനെ നിൽക്കും ഞാൻ. ആ ഫ്ലൈറ്റ് കുലുങ്ങുമ്പോഴുള്ള പേടി, അല്ലാതെ ഐ ആം കൂൾ. അപ്പം മക്കൾ നന്നായിട്ട് തന്നെ പാടി. എനിക്ക് തോന്നിയ ഒരു സംഭവം ഞാൻ പറയാം. പരല് കഴിച്ച് മരിച്ചുപോയ ഒരാളുടെ വീട്ടിൽ പോയി പിരുന്ന് പാടി എങ്ങനെ പാടും? കുഞ്ഞിന് വലിയ വിഷമമായിരുന്നു മുഖത്ത്, ഒരു സന്തോഷവുമില്ല നിനക്ക്. അതെന്താണ്? ഒന്ന് ചിരിച്ച് പാടിയാല് അങ്ങനെ പാടാൻ പറഞ്ഞല്ല. ആ ചിരിക്കുന്നില്ല നീ, ഏതാണ്ട് സങ്കടപ്പെട്ടിട്ട് ദുരിതപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങ് പോയല്ലോ ദൈവം, ഇനി എന്ത് ചെയ്യുമെന്നുള്ള ലെവലില്ല. അങ്ങനെയല്ല, കുറേ നിങ്ങൾ ആ സന്തോഷമാണ് നമ്മളിലേക്ക് എത്തുന്നത്. നിങ്ങൾ കരഞ്ഞോണ്ടെന്ന് പറയാതെ നമുക്ക് ആ ഒരു എന്തോ ഒരു 5 പൈസയുടെ കുറവ് ഫീൽ ചെയ്യും. ശരിയാണോ? അമ്മയും അച്ഛനെ സ്നേഹിക്കുന്ന കുട്ടി ആണോ? നമുക്കൊന്ന് ചിരിച്ചാ പല്ലവി മാത്രം ഒന്ന് പാടിയാലോ. ഷിനു നമ്പ്യാരെ, പരലി പരലി പരല് പൂവാലി പരലി പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടനല്ല. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടനല്ല. അതൊക്കെ കുറച്ച് സന്തോഷമാകാം കേട്ടോ. വെള്ളത്തിൽ ഓടുന്നതെന്ന് പറഞ്ഞാൽ അത് മോക്ക് എന്തോ വിഷമോ, അത് വെള്ളത്തിലോടുന്നു, കരയിൽ ഓടേണ്ടതല്ലേ എന്നുള്ള വിഷമത്തിൽ. അങ്ങനെ അല്ല, അത് കുറച്ച് സന്തോഷിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അതെന്താ പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്ക് അറിഞ്ഞില്ല. വാട്ടെവർ ഹാപ്പിനെസ് വേണം ജീവിതത്തിൽ കേട്ടോ. അമ്മയും അച്ഛനെ സ്നേഹിച്ചാൽ പോരാ, സന്തോഷവും വേണം നമുക്ക് കേട്ടോ. അല്ല, ഇപ്പൊ സഹായിക്കാറുണ്ടോ? ചെറുതായിട്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല കുഞ്ഞിന്, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല മോളെ. നിനക്കൊന്നുമില്ല, നീ വളരെ നോർമൽ. അപ്പൊ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ശ്രീനി സാർ, എനിക്ക് സർഗയുടെ പ്രീവിയസ് പെർഫോമൻസ് ഓർമ്മ ഉണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര അതൊരു എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്നൊരു കോൺഫിഡൻസ് ഇല്ലാതെ, ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഇങ്ങനെ ഒരു വിഡ്രോ ചെയ്ത് പാടി. ബട്ട് ഇന്ന്
ഇറ്റ് വാസ് ദി ഓപ്പോസിറ്റ്. യു ആർ ഫാന്റാസ്റ്റിക്. താങ്ക് യു സർ. ഈ ശ്രീനി സാറിന് എന്തോ ഓർമ്മയല്ലേ? അല്ല, ഞാൻ വന്നപ്പോ ചോദിച്ചിരുന്നു ടെൻഷനൊക്കെ മാറിയോന്ന് എന്നോട്. ആണോ? കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ ഏതാ പാട്ട് പാടിയ മോളെ, അങ്ങനെ എങ്ങനെയായിരുന്നു പാടിയത്, അതൊക്കെ ചോദിച്ചു. അത് മനസ്സിലാക്കിയിട്ട് എപ്പോഴും നീ പറയുന്നത്. അല്ല, അങ്ങനെ ചോദിച്ചില്ല. എടാ നിന്നെ പോലെ അല്ല അല്ല, എല്ലാവരുടെയും ഓർമ്മയുണ്ടല്ലേ കറക്റ്റ് ആയിട്ട്. സർഗ, അതുകൊണ്ട് ഐ എം സോ ഹാപ്പി. താങ്ക് യു സർ. അന്ന് ഹാപ്പി ആയിട്ട് തന്നെയാണ് പാടിയത്, വളരെ ഹാപ്പി ആയിട്ട് പാടി. ഇനി കുറച്ചും കൂടെ അടിച്ച് പൊളിക്കാം. ഓക്കെ, ശ്രുതിയൊക്കെ ഈവൻ ഇഫ് ഇറ്റ് ഗോസ് ഇറ്റ്സ് ഓക്കെ, കുറച്ചൊക്കെ പോവും സംടൈംസ്. ആ ഫോക്കിന്റെ നല്ല ഒരു രസം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു അബാൻഡൻ എന്ന് പറയും, അബാൻഡനിൽ പാടി. താങ്ക് യു സർ. താങ്ക് യു സർ. ഇങ്ങനെ പോട്ടെ, ഏത് പാട്ട് പാടിയാലും ഇങ്ങനെ പാടണം. ഇതേ ഫീൽഡിലോ? ഇതേ ഫീൽഡ്, അതാണ്. അതായത് ഈ ഫീൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതേ ഫീൽഡിൽ പാടണം. നമ്മൾ ബാക്കി ഇവരൊക്കെ ഉള്ളത് കള. ഇത്ര ഓർമ്മയുള്ള ഒരാൾ മുമ്പിൽ ഇരിക്കുന്നത് കള. അതന്നെ, അത് വേണ്ട, ആവശ്യമില്ല, ആരും നോക്കണ്ട. താങ്ക് യു സർ. അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സാർ. മക്കളെ, മോളെ 8.5. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ശരത് സാർ. ഷാനിക്ക? സെയിം 8.5. താങ്ക് യു സർ. ശ്രീനി സാർ? 9.8. അങ്ങനെ എഴുതി. ഓക്കെ, എഴുതി ഇട്ടു. സോ ടോട്ടൽ 17 മാർക്സ്. അടിപൊളി. ഇനി ഞങ്ങൾ ഫാമിലി റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അമ്മയെ കാണണം വേഗം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ മണിച്ചേട്ടന്റെ ആ ഒരു അടിപൊളി പാട്ട്, സർഗയുടെ ആ ഒരു പെർഫോമൻസോട് കൂടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല പറ, ഞങ്ങള് നിലവിളിക്കാൻ കാത്തിരിക്കുകയാണ്. We are waiting for the നിലവിളി. എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. Niva Maga